ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എണീറ്റുള്ളൂ. എന്നെ കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. ഞാനൊരു ഹാക്കൊക്കെ ചെയ്ത് നോക്കിയതാണ്. എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കണു. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒന്ന് പുറത്ത് പോകുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. അപ്പോൾ ഷോപ്പിംഗ്, വലിയതായിട്ട് ഷോപ്പിംഗ് ഒന്നും ഇല്ല, എന്നാലും ചെറിയ രീതിയിൽ. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. ഫ്രഷായി റെഡി ആയിട്ട് കാണാം. ഞാൻ ഷടപടയെന്നൊക്കെ റെഡിയായി ബസ് സ്റ്റോപ്പ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടു, ഇനി ബസ് വരാനായിട്ട് ഒരു 10 മിനിറ്റ് കൂടി എടുക്കും. അപ്പോൾ ബസ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തല്ല അവൾ താമസിക്കുന്നത്. ഒരു 10 മിനിറ്റ്സ് ബസ്സിൽ പോകണം, 10-15 മിനിറ്റ്സ് ബസ്സിൽ പോകണം. അപ്പം അവൾ അവിടെ നിന്ന് ബസ് കയറുള്ളൂ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് പിന്നെ അവൾ അവിടുത്തെ സ്റ്റോപ്പിൽ നിന്ന് കയറും. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ബസ് വരട്ടെ. പിന്നെ കണ്ടോ, ഇവിടെ ഇങ്ങനെ നമുക്ക് ബസ്സിൻ്റെ ടൈമിങ്സും എത്ര മിനിറ്റ് എടുക്കും എന്നൊക്കെ ഉള്ളത് കാണിക്കും. ഇതാണ് നമ്മുടെ ബസ്. ഇതാണ് അവൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സിറ്റി സെൻറ്റർ വന്നേക്കാണ് ഡബ്ലിനിൽ. ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അർണോട്ട്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പല്ലല്ലോ, മോളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള മറ്റേ എന്താ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമുള്ള ഒരു ഷോപ്പാണ്, മോളാണ്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം നമുക്ക്. ഇവിടെ സെയിൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ സെയിൽ ഉണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാം. 50% സെയിലൊക്കെയാണ്. നോക്കാം നമുക്ക് ഉണ്ടാവോ ഇല്ലയോ. സൺഗ്ലാസിൻ്റെ അവിടേക്ക് പോകണം ഫസ്റ്റ്, ബാഗ്സിൻ്റെ അവിടേക്ക് പോകണം കേട്ടോ. കാൽവിൻ കൽവിൻ ഇത് കുറേ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡും ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡും ഉണ്ട്, കേൾക്കാത്ത ബ്രാൻഡ് വരെ ഉണ്ട്. വാലന്റീനോ കേട്ടോ. സെക്ഷനിലോട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ. ഇവിടെയൊക്കെ ഉണ്ടാവും നമ്മുടെ കൊച്ചിൻ്റെ ക്ലാസ് ഉണ്ട്. കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ, അടിപൊളി. ഗുച്ചി മാത്രമല്ല, ഷാനൽ, കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അത് കൊള്ളില്ല കേട്ടോ. ബർബറിൻ്റെ ആണോ ഇത്? നൈസായിട്ടുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ എഴുതിയേക്കുന്നതൊക്കെ അല്ലേ. വാങ്ങോട്ട് നീ? ഇല്ല, എനിക്ക് ചെയ്തില്ല. അതുകൊണ്ട് മാത്രം ജസ്റ്റ് 324 യൂറോ. കുറവാന്ന് അല്ലേ? പൈസ കുറവാ. തെണ്ടി തിരിഞ്ഞ് നടക്കുക. നെക്സ്റ്റ് ഒന്നും വാങ്ങാനില്ല, എല്ലാത്തിനും ഭയങ്കര പൈസയാണ്. ചുമ്മാ കയറുക, കുറച്ച് സാധനങ്ങൾ കാണുക, സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. ചുമ്മാ നടക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കയറിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ വാങ്ങാൻ പറ്റിയ ഇതായിട്ട് തോന്നിയിട്ടില്ല, കളക്ഷനൊന്നും ഇല്ല അങ്ങനെ. ഞങ്ങൾ സാരയിലോട്ട് പോവാണ്. സാരയിൽ കയറിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഡാൻമേരി നൈസ് അല്ലേ? അടിപൊളി, ഇഷ്ടപ്പെട്ടു എനിക്ക്. നൈസായിട്ടില്ലേ? എത്രയുടെ റേറ്റ്? ഇഷ്ടപ്പെട്ടു. 45. ചുമ്മാ ഇട്ട് നോക്കായിരുന്നു അല്ലേ? ഇട്ട് നോക്കുന്നതിന് പൈസ ഒന്നും വേണ്ടല്ലോ അല്ലേ? നടന്ന് വയ്യാതെ അപ്പോൾ ഒരു ബബിൾ ടീ കുടിക്കാന്ന് വെച്ചാൽ ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാത്രം ബബിൾ ടീ കുടിച്ചു. ഞാൻ തരാത്തന്നല്ലേ? താങ്ക് യു. വിശ്വസിച്ചു. ടിഫിൻ ബാഗ്
ഇതാകുമ്പോൾ കുറേ സ്പേസ് ഉണ്ട്, സാധനങ്ങൾ വെക്കാനാണെങ്കിലും. ഞങ്ങൾ TK Maxx വന്നേക്കാം. TK Maxx വന്നിട്ട് ഞാനൊരു ബാഗ് വാങ്ങി കേട്ടോ. ഞാൻ വാങ്ങിയ ബാഗ് ഇതാണ് കേട്ടോ. ഇത് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബാഗ് വാങ്ങി. പിന്നെ അവിടെ തന്നെ അവൾക്ക് ടിഫിൻ ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നോക്കുവാണ്. ഫിക്സ് ചെയ്താ ബില്ല് ചെയ്യാൻ പോകുമ്പോൾ വേണം നമുക്ക് എന്തൊക്കെ കിട്ടും. ഹോട്ടായിട്ട് ഇരിക്കുമല്ലോ. പിന്നെ പോവാം. മേരി ന്യൂയോർക്കിലുള്ളവരെ കാണാൻ നമുക്കിവിടെ ഡബ്ലിനിൽ എങ്ങനെ പറഞ്ഞ ഡബ്ലിനിന്ന് ന്യൂയോർക്കിലുള്ളവരെ കാണാൻ ഒരു പോർട്ടലുണ്ട്. അതാണ് ആ പോർട്ടലാണ് ഈ കാണുന്നത്. നമുക്ക് അവർക്ക് നമ്മളെയും കാണാൻ പറ്റും, നമുക്ക് അവരെയും കാണാൻ പറ്റും. രസമല്ലേ? രസമല്ലേ? ബർഗർ കിങ്ങിൽ കയറി ഫുഡ് അടിക്കാൻ പോവാണ്. വിശക്കുന്നു അല്ലേ? ഡബിൾ ചീസ് ബർഗറിന്റെ സൈസ് നോക്കി മൾട്ടിയാ നല്ലത് കേട്ടോ. റാപ്പ് വാങ്ങി ഡബിൾ ചീസ് ബർഗർ. സൈസ് വളരെ ചെറുതാണ്. മഗ്ഡിയാണ് ഇച്ചിരി കൂടെ നല്ലത്. ടേസ്റ്റ് മഗ്ഡിയിലാണ് നല്ലത്. എനിക്കത് ബർഗർ കിങ്ങിന് എനിക്ക് ബർഗറിനോട് താല്പര്യമില്ല. റാപ്പ് വാങ്ങി. കുഴപ്പമില്ലെന്നുള്ളൂ. കുറേ മയണൈസിട്ടുണ്ട്. കുഴപ്പമില്ല. അയ്യോ ഓട്ടപ്രാന്തിയായിരുന്നു. ഓടി ബസ്സിൽ കയറി ഇനിയിപ്പോൾ ഇവളുടെ ഷോപ്പിൽ ഇറങ്ങിപ്പോകും. പക്ഷേ ഒരു 3/4 മണിക്കൂറുണ്ട്. അത് കഴിയുമ്പോൾ കുറച്ച് ഐറ്റംസ് H&M കൂടി കയറി കുറച്ച് ഐറ്റംസ് വാങ്ങി. വയ്യാതെ അല്ലേ? ക്ഷണിച്ചില്ലേ? അടുത്തു. നീ വീട്ടിൽ ചെല്ലട്ടെ. വീട്ടിൽ വന്നേറെ ഇപ്പോൾ പിറ്റേ ദിവസമായി. അപ്പോഴാണ് ഞാൻ വൈൻഡപ്പെടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ അന്ന് വന്ന് ഭയങ്കര ടയേർഡായിരുന്നല്ലോ, അപ്പോൾ മറന്നുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.